ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ള സ്മാർട്ട് വാച്ച് X-inova ജർമ്മനി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്മാർട്ട് വാച്ചാണ് X90 Pro Max 8th സീരീസിൽ വരുന്ന സ്മാർട്ട് വാച്ചാണ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത്. കമ്പനി അവകാശപ്പെടുന്നത് അതിൻ്റെ കൂടെ നമുക്ക് 3 സ്ട്രാപ്പ് ഉണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. ബോക്സിൻ്റെ പിറകുവശത്ത് വരാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ X-inova ജർമ്മനി X90 Pro Max എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ വാച്ച് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു QR കോഡ് BKT ഫിറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നല്ലൊരു സോഫ്റ്റ്വെയർ തന്നെയാണ്. DEIRA സ്പെക്ക് ഒമാൻ്റെതാണ് വരുന്നത്. പിന്നെ മോഡൽ നമ്പർ കാര്യങ്ങളെല്ലാം അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. നോ മെഡിക്കൽസ് എന്ന് പറയുന്നു. നമുക്ക് ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം സ്മാർട്ട് വാച്ച് എങ്ങനെ ഉണ്ടെന്നെല്ലാം നമുക്ക് നോക്കി നോക്കാം. ഈ സ്മാർട്ട് വാച്ച് നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ള ദുബായിലത്തെ തന്നെ SAFA മൊബൈൽ എന്ന് പറയുന്ന മൊബൈൽ ഷോപ്പാണ് നമുക്കിന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളത്. അപ്പോൾ ദുബായിൽ GCC കൺട്രിയിലുള്ള ആൾക്കാർ അവരെ ടിക്ടോക്ക് ഫോളോ ചെയ്യുക. SAFA മൊബൈൽ എന്ന് പറഞ്ഞ് ടിക്ടോക്കിൽ അടിച്ചുകൊണ്ട് അവരെ ഇതെല്ലാം വരുന്നതാണ്. അവരെ കോൺടാക്ട് നമ്പർ ഉണ്ട്. പിന്നെ മറ്റുള്ള സ്ഥലത്തുള്ള ആൾക്കാർ അവരുമായിട്ട് സ്മാർട്ട് വാച്ച് എല്ലാം ബൾക്കായിട്ട് ഓർഡർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ മൊബൈൽ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ മൊബൈൽ നമ്പറുമായിട്ട് കണക്ട് ചെയ്യുക. നമുക്ക് ബോക്സ് ഓപ്പൺ ആക്കിയെന്നുണ്ടാൽ ഈ ഒരു ഇതിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ബ്ലാക്ക് ഒരു സിലിക്കോൺ സ്ട്രാപ്പാണ് ഒരു 3 സ്ട്രാപ്പിൽ ഒരെണ്ണം വരുന്നത്. അത് കഴിഞ്ഞുണ്ടാൽ ഒരു ക്ലോത്തിൻ്റെ ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട്. അതിന് ശേഷം തന്നെ സിലിക്കോണിൻ്റെ തന്നെ വേറൊരു മോഡൽ വരുന്ന ഒരു ബ്ലൂ കളറുള്ള ഒരു സ്ട്രാപ്പ്, ഇത് ഗ്രേ കളറിലാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഇതായിട്ട് ഇവിടെ ഇരിക്കുന്നു ഒരു വയർലെസ് ചാർജർ ഇരിക്കുന്നുണ്ട് റൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇരിക്കട്ടെ. വാച്ച് ഇതെവിടെ ഇരിക്കുന്നുണ്ട്. ബ്ലാക്ക് കളറ് സ്മാർട്ട് വാച്ചാണ്. അതിൻ്റെ അവിടെ തന്നെ ഒരു കവറിങ് ഉണ്ടാവില്ല. X-inova ജർമ്മനി നല്ല എഴുതിയിട്ടുണ്ട്. നമുക്ക് കവർ തുറന്നിട്ട് സ്മാർട്ട് വാച്ച് എങ്ങനെ ഉണ്ടെന്നുള്ള നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ സ്ക്വയർ ടൈപ്പിൽ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഭാഗത്ത് വരാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ കാണുന്നുണ്ട്. ഇവിടെ ഇതാ ഒരു ചെറിയൊരു മൈക്കിൻ്റെ ഒരു ഹോൾ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഒരു ക്രോം ബട്ടൺ, ആ ബട്ടൺ തിരിക്കുമ്പോൾ ഒരു സൗണ്ട് എല്ലാം വരുന്നുണ്ട് കേട്ടോ. ഈ സൈഡിൽ സ്പീക്കറാണ് വരുന്നത്. ഓക്കെ, പിറകു വശത്തേക്ക് വരാമെന്നുണ്ടെങ്കിൽ GPS കണക്ട് നല്ല എഴുതിയിട്ടുണ്ട്. സ്മാർട്ട് വാച്ച് 8th സീരീസിൽ 45 mm വരുന്നത്. അതുപോലെ വാട്ടർ പ്രൂഫാണ്. പിന്നെ നമുക്ക് ഇതാ ഇവിടെ സ്ട്രാപ്പ് ഇടാനുള്ള ഓർത്ത് കണ്ടില്ല, ഇവിടെ ഒരു ലോക്കിനുള്ള ബട്ടൺ 2 വശത്തും വരുന്നുണ്ട്. അൾട്രാ സീരീസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ 4 സ്ക്രൂ കാണും. അപ്പോൾ 8 സീരീസ് ആയതുകൊണ്ട് ഇത് കാണുന്നില്ല, സ്ക്രൂ ഇല്ല. പിന്നെ സെൻസർ കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്കിതാ സ്മാർട്ട് വാച്ച് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൺ ആക്കി നോക്കി നോക്കാം. ഞാനിതിങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ X-inova ജർമ്മനി എന്നല്ല ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാ ഓണായി വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു ഡയലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കളറെല്ലാം മാറുന്നുണ്ട്. അയ്യോ ഉണ്ടല്ലേ. ഓക്കെ, ഇനി അടുത്ത ടൈൽസ് ഇതാ വന്നിട്ടുണ്ട്. അയ്യോ അതിൻ്റെ കളറെല്ലാം മാറുന്നുണ്ട്. അടിപൊളി വാൾപേപ്പറുകളാണ്. അയ്യോ സൂപ്പർ, രക്ഷയില്ല, അടിപൊളി വാൾപേപ്പറുകൾ കേട്ടോ. ഓക്കെ, അതിനുശേഷം ഇങ്ങോട്ട് സ്കിപ്പ് ചെയ്തുകൊണ്ടാൽ ബ്ലൂടൂത്ത് ഓണാണ്, അത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഡയല്, നമുക്ക് കോൾ ചെയ്യാനുള്ള ഡയലാണ് അവിടെ വരുന്നത്. അതിനുശേഷം ഇതാ സീരിയൽ നമ്പർ കാര്യങ്ങൾ ഏത് ഇതിൽ വരുന്നതെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. മ്യൂസിക്, അതിനുശേഷം ഇതാ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനുള്ളത് അത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ ഒരു വശത്തേക്ക് വരുന്നത്. അതിനുശേഷം നമ്മൾ ബാക്ക് അടിച്ചിട്ടുണ്ട്. ഇതാണ് മെയിൻ മെനു. കണ്ടില്ല, അടിപൊളി നല്ല അടിപൊളി, അങ്ങനെ പറക്കണം കേട്ടോ സാധനം. ഡിസ്പ്ലേ എല്ലാ വാച്ചിലും കാണുന്ന തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിലും പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് സെറ്റിങ്സിൽ പോയേക്കാം. സെറ്റിങ്സിൽ പോയിന്നുണ്ടല്ലോ നമുക്ക് കാണാനുള്ളത് ഫസ്റ്റ് ബ്രൈറ്റ്നെസ് ആണ്. ഓക്കെ, അതിനുശേഷം ഇതാ സ്ക്രീൻ ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓൾവൈസ് ഡിസ്പ്ലേക്ക് ഉള്ളതാണത്. ഓക്കെ, അത് കഴിഞ്ഞാൽ സ്ക്രീനിൻ്റെ ടൈം സെറ്റ് ചെയ്യാനുള്ളത്, ഡോണ്ട് സ്റ്റഫ്. ഓക്കെ, അതിനുശേഷം ഇതവിടെ ഷോക്കിൻ്റെ കാണിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞുണ്ടാൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം വന്നിട്ട് ഇതാ കോളിങ്ങിനുള്ളത് സംഭവമാണത്. അത് കഴിഞ്ഞാൽ പാസ്വേഡ്, നമുക്ക് പാസ്വേഡ് ഇടാനുള്ള സംഭവമുണ്ട്.
അത് ഞാൻ സ്ക്രീൻ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എബോട്ട് ഞാൻ മുമ്പ് കാണിച്ചതാണ്. റീസ്റ്റാർട്ട്, ബാറ്ററി റീസെറ്റ്, അത് കഴിഞ്ഞിട്ടുണ്ടാ വരുന്നത് സ്വിച്ച് ഓഫ് ആണ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതിന് ശേഷം നമുക്കിതാ ഈ സൈഡിലേക്ക് ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ വരുന്നുണ്ട്. അതിനുശേഷം മുകളിലോട്ട് സ്കിപ്പ് ചെയ്യുന്നുണ്ടാൽ നോട്ടിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വാട്സപ്പിലത്തെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വാട്സപ്പിലത്തെ മെസ്സേജുകൾ, ഫേസ്ബുക്കിലത്തത്, അതുപോലെ കോളിംഗ്, മിസ് കോളിൻ്റെത്, അതെല്ലാം കാണിക്കാനുള്ള സംഭവമാണ് അവിടെ വരുന്നത്. ഇതാണ് മെയിൻ മെനുക്ക് വേണമെങ്കിൽ ഇതിൽ പ്രസ് ചെയ്യുന്നുണ്ടാൽ മെയിൻ മെനു വന്നിട്ടുണ്ട്. ഓക്കെ, അടിപൊളി, നല്ല ഇതാക്കണം. അതിങ്ങനെ ചെറുതാവൊക്കെ ചെയ്യും കേട്ടോ. ഓക്കെ, ഇങ്ങനെ ചെറുതാവും. ഈ ഒരു ബട്ടനാണ് നമ്മളിത് ചെയ്യുന്നത്. ഇങ്ങനെ ആക്കുമ്പോൾ വലുതാവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഈ ഒരു ബട്ടൺ ഡബിൾ പ്രസ് ചെയ്യണം. ഡബിൾ പ്രസ് ചെയ്തെന്നുണ്ടാൽ ഈ ഒരു മോഡലിലേക്ക് വന്നിട്ടുണ്ട്. അടിപൊളി, സൂപ്പറായിട്ട് കേട്ടോ. ഓക്കെ, വീണ്ടും ഡബിൾ പ്രസ് ചെയ്യുന്നുണ്ടാൽ ഇങ്ങനത്തെ ഒരു മോഡലിലേക്ക് മാറുന്നുണ്ട്. ഓക്കെ, വീണ്ടും ഒരു ഡബിൾ പ്രസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു അടിപൊളി ഒരു വെറൈറ്റി മോഡൽ ഇട്ടാ ഒരു ഓവൽ ഷേപ്പിലേക്ക് മാറുന്നുണ്ട്. വീണ്ടും ഡബിൾ പ്രസ് ചെയ്തപ്പോൾ നോർമലിക്ക് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളിതാ കോളിങ്ങിൻ്റെ സംഭവങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാന്നുണ്ട്. പിന്നെ കോൺടാക്റ്റിൻ്റെ സംഭവം അത് കാണിക്കുന്നുണ്ട്. ഇത് കോളിങ്ങിൻ്റെത്, ഇത് ഞാൻ നേരത്തെ കാണിച്ചതാണ്. പിന്നെ നോട്ടിഫിക്കേഷൻ്റെത്. ഓക്കെ, ഇത് സ്പോർട്സ് മോഡിൽ പോകാനുള്ള സംഭവങ്ങളാണ്. മറ്റുള്ള മൊബൈലിലെല്ലാം കാണുന്ന പോലത്തെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അടിപൊളി. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ട്വിറ്റർ, സ്കൈപ്പ് എല്ലാ സംഭവങ്ങളും കാണിക്കുന്നുണ്ട്. സ്പോർട്സിൻ്റെ ഒരു ഐറ്റംസ് അതും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇതിൽ പോയിന്നുണ്ടല്ലോ നമുക്ക് QR കോഡ് മൊബൈലുമായിട്ട് സ്കാൻ ചെയ്തിട്ട് കണക്ട് ചെയ്യാനുള്ള QR കോഡ് അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ള മൊബൈൽ വാച്ചിലെല്ലാം കാണുന്ന എല്ലാ ഓപ്ഷനും കാണിക്കുന്നുണ്ട്. പിന്നെ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് ഇതിൽ കാണിക്കുന്നു. അതെല്ലാം എത്രമാത്രം വർക്കിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഹെൽത്ത് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. സ്പോർട്സിൻ്റെ ആ ഒരു ഇതിലേക്ക് വന്നപ്പോഴാണ് കാണിച്ചത്. ഓക്കെ, ഉണ്ടല്ലേ, ഒരുപാട് സ്പോർട്സിൻ്റെ സംഭവങ്ങളുണ്ടാവും. ഒരുപാടാണ് വരുന്നത്. അത് BKT ഫിറ്റിൻ്റെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകതയാണത്. എല്ലാ സംഭവങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ടിൽ എന്തൊക്കെ ഉണ്ട്, യോഗ, റണ്ണിങ്, വാക്കിങ്, ഫുട്ബോൾ, വോളിബോൾ, വെയ്റ്റ് ലിഫ്റ്റ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും അത് ആ BKT ഫിറ്റിന് മാത്രമാണ് അങ്ങനത്തെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുള്ളത്. അത് ഇതിലുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് നീക്കുമ്പോൾ ഉണ്ടല്ലേ വാൾപേപ്പറുകൾ മാറുന്നതാണ് കാണുന്നത്. ഇനി നമുക്ക് ഇത് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നത് അത് ഞാനൊരു വേറൊരു വീഡിയോസ് തന്നെയാണ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അല്ലാതെ ഒരുപാട് ലെങ്ത്തായി പോകും. പിന്നെ ഇതവിടെ വരുന്നത് കലണ്ടറാണ്. കലണ്ടറെല്ലാം കണ്ടില്ല, നല്ല സ്മൂത്തിൽ വർക്കാവുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. കലണ്ടർ വരുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് അലാറം സെറ്റ് ചെയ്യാനുള്ള ആ ഒരു അലാറത്തിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇടാനുള്ളത് സ്ട്രാപ്പ് ഇടുന്ന ആ ഒരു ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഭാഗം ഇങ്ങനെ പിടിക്കുന്നു. ഇവിടെ വന്നിട്ട് കണ്ടാ ലോക്കായിട്ടുണ്ട്. അടിപൊളി, നല്ല നല്ല അടിപൊളിയായിട്ട് ലോക്കായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വാച്ച് ഇട്ടിട്ടുള്ള ഒരു ലുക്ക് നോക്കണം. നമുക്ക് ഓൺവോയ്സ് ഡിസ്പ്ലേ എല്ലാം ആവുന്നുണ്ട് കേട്ടോ. അതെല്ലാം നമ്മൾ ഓൺ ചെയ്തതായിരുന്നു. അപ്പോൾ അത് ഓൺവോയ്സ് ഡിസ്പ്ലേ എല്ലാം ആവുന്നുണ്ട്. അടിപൊളി ഫിറ്റ് സൂപ്പർ, ഒരു രക്ഷയില്ല, നല്ല ലുക്കുണ്ട്. അടിപൊളി വാൾപേപ്പറുകളാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു ലുക്കുണ്ട് കാണാൻ. കണ്ടില്ലേ, സ്ക്രീന് സെൻസറെല്ലാം അടിപൊളിയായിട്ട് വർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ പുറകുവശത്തെ സെൻസറെല്ലാം വർക്ക് ചെയ്യണമെന്ന് നോക്കണ്ട. നമുക്ക് ഡിസ്പ്ലേ എല്ലാം നല്ല അടിപൊളി ഫുള്ള് കവറിങ് ഡിസ്പ്ലേ കേട്ടോ. കണ്ടില്ലേ, ഒരു രക്ഷയില്ലാണ്ട് ഫുള്ള് കവറിങ് ഡിസ്പ്ലേ ആണ്. ഓക്കെ, ഇനി നമുക്കിതാ പോകുന്നു ഹാർട്ട് ബീറ്റിൻ്റെ ഇതെല്ലാം ഇവിടെ ഓണാക്കുമ്പോൾ സെൻസറെല്ലാം ഇവിടെ വർക്കിംഗ് ആയിട്ടാണ്. പക്ഷെ അതെല്ലാം എത്രമാത്രം പെർഫെക്റ്റ് ആണെന്നുള്ള ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് അറിയില്ല. സംഭവം എല്ലാം വർക്കിംഗ് ആണ്. അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഹാർട്ട് ബീറ്റ്, ബ്ലഡ് പ്രഷർ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഈ വാച്ചിലും ഉണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിനായിട്ട് ആ ഒരു ഡിസ്പ്ലേയുടെ ആ ഒരു മൂവിങ് തന്നെയാണ് കേട്ടോ. ഒരു സ്റ്റെക്കും ഇല്ല, സംഭവം അങ്ങനെ പറക്കണം. അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പറക്കണ സാധനം. സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടാലും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കും. ഓക്കെ, ബൈ ബൈ.